प्यारे छात्रों, नमस्कार। आज हम ब्लैक नामक फिल्मी समीक्षा पढ़ेंगे। फिल्म के सर्वांग विश्लेषण और मूल्यांकन फिल्मी समीक्षा है, अर्थात फिल्म के गुण दोष का विवेचन। अन्य दृश्य माध्यमों की अपेक्षा सिनेमा में अनेक कलाओं का मिश्रण होता है। निर्देशन, गीत संगीत, ध्वन्यांकन, छायांकन, नृत्य आदि अनेक कलाओं का सम्मेलन है सिनेमा में। अतः एक सच्चा कला निपुण ही एक सच्चा फिल्मी समीक्षक बनेगा। എന്താണ് സിനിമാ നിരൂപണം? അപ്പോൾ സിനിമയുടെ ഗുണദോഷങ്ങളെ വേർതിരിച്ച് അറിയുകയാണ് സിനിമാ നിരൂപണം എന്ന് പറയുന്നത്. സിനിമയെ പൂർണ്ണമായും എടുത്തിട്ട് അല്ലെ അതിൻ്റെ ഓരോരോ അംഗങ്ങളെ എടുത്ത് പരിശോധിച്ച് വിലയിരുത്തുന്നതാണ് സിനിമാ നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയിലെ മറ്റ് ദൃശ്യമാധ്യമങ്ങളെ അപേക്ഷിച്ചിട്ട് ധാരാളം കലകൾ സമ്മേളിച്ചിട്ടുണ്ട്. അല്ലേ, സംവിധാനം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, അല്ല ഗീത്, സംഗീത്, പാർശ്വസംഗീത്, നൃത്തം തുടങ്ങിയ ധാരാളം കലകൾ സമ്മേളിച്ചിട്ടുണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഒരു നല്ല കലാനിപുണന് മാത്രമേ ഒരു നല്ല സിനിമാ നിരൂപകനാവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് എന്ന സിനിമയുടെ നിരൂപണമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. പുസ്തകീയ देखिए। ब्लैक स्पर्श जहां भाषा बनता है, संजय लीला भंसाली द्वारा निर्देशित ब्लैक एक बेहद संवेदनशील फिल्म है। यह हेलन केलर और उसकी टीचर आनी सुलिवन के लिए अर्पित है। संजय लीला भंसाली द्वारा निर्देशित ब्लैक एक बेहद संवेदनशील फिल्म है. സഞ്ജയ് ലീല ഭൻസാലി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് ബ്ലാക്ക്. നമുക്കറിയാം വളരെയേറെ ജനപ്രീതി നേടിയ ഒരു ഫിലിമാണ് ബ്ലാക്ക് എന്ന ഫിലിം. ഈ ഫിലിമിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ആരാണ്? സഞ്ജയ് ലീല ഭൻസാലിയാണ്. യഹ് ബെഹദ് സംവേദൻശീൽ ഫിലിം ഹെ, അല്ലെ വളരെ വികാരപരമായ ഒരു സിനിമയാണ് ബ്ലാക്ക്. ये हेलन केलर और उसकी टीचर आनी सुलिवन के लिए अर्पित है. ഇത് ഹെലൻ കെല്ലറിനും അവരുടെ അധ്യാപികയായിരുന്ന ആനി സുലിവനും വേണ്ടിയും അർപ്പിച്ചിരിക്കുന്നതാണ്. फिल्म अपने शिक्षक देवराज सहाय की तलाश में भटकती मिशेल मैकनेली की संवेदना से शुरू होती है. आखिर उसे पता चलता है कि देवराज एक अस्पताल में है. अंधी मिशेल अपनी शुद्ध बुद्ध खोकर उसे मिलने दौड़ती है तो अतीत जीवन की रील खुल जाती है. मिशेल अंधी, बहरी, गूंगी लड़की थी. अपनी अपंगता से पीड़ित मिशेल जिद्दी और आक्रामक है. उदास माँ बाप उसे सिखाने और सुधारने के लिए बहरों एवं अंधों के विद्यालय के देवराज सहाय नामक अध्यापक को नियुक्त करते हैं. देवराज सहाय सनकी था और पियक्कड़ भी. मिशेल से देवराज का व्यवहार पहले कठोर था, पर धीरे धीरे मिशेल को घर की दीवारों से बाहर निकालकर देवराज प्रकृति के अणु अणु से उसका परिचय कराता है. मिशेल सुधारने लगी. बोलने सुनने में एक हद तक दक्षता प्राप्त करने वाली मिशेल को देवराज ने स्कूल में भर्ती कराई. मिशेल को स्नातक बनाना उसका सपना था. फिल्म अपने शिक्षक देवराज सहाय की तलाश में भटकती मिशेल मैकनेली की संवेदना से शुरू होती है. तो ये ഒരു ഫിലിം ആരംഭിക്കുന്നത്, ഈ ഒരു ബ്ലാക്ക് എന്ന ഫിലിം ആരംഭിക്കുന്നത് തൻ്റെ അധ്യാപകനായ
ദേവരാജ് സഹായിനെ അന്വേഷിച്ച് ഇറങ്ങുന്ന മിഷേൽ മാക്നേലി എന്ന കുട്ടിയുടെ, അല്ലേ, ദേവരാജിനെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്ന കുട്ടിയുടെ ആ ഒരു വികാരപരമായ കഥയിലൂടെയാണ് ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്. आखिर उसे पता चलता है कि देवराज एक अस्पताल में है. അപ്പോൾ തൻ്റെ അധ്യാപകൻ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് മിഷേൽ മാക്നേലി. അപ്പോൾ അവസാനം അവൾക്ക് മനസ്സിലാകുന്നു ദേവരാജ് ഏക് അസ്പതാൽ മേ ഹേ, ദേവരാജ് എവിടെയാണുള്ളത്? ഒരു ഹോസ്പിറ്റലിലാണ്. അന്ധി മിഷേൽ അപ്നി ശുദ്ധ ബുദ്ധ ഖോക്കർ ഉസ്സെ മിൽനെ ദൗഡ്തി ഹൈ. അന്ധയായ മിഷേൽ, അല്ലേ, അപ്നി ശുദ്ധ ബുദ്ധ ഖോക്കർ, അല്ലേ, തന്നെ മറന്നുകൊണ്ട് ഇതാണ് ഉസ്സെ മിൽനെ ദൗഡ്തി ഹൈ, അയാളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. തോ അതേ ജീവൻ കി റീൽ ഖുൽ ജാത്തി ഹൈ. അപ്പോഴാണ് ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ റീല് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സഞ്ജയ് ലീല ഭൻസാലി സംവിധാനം ചെയ്തിരിക്കുന്ന ബ്ലാക്ക് എന്ന ഫിലിമിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ് ആരൊക്കെ? അധ്യാപകനായ ദേവരാജ് സഹായ്, അതേപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥിയായിരുന്ന മിഷേൽ മാക്നേലി. അപ്പോൾ മിഷേൽ മാക്നേലി അന്ധയും മൂകയും ബധിരയുമൊക്കെയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അവർ ദേവരാജ സഹായിനെ അന്വേഷിച്ചിട്ട് നടക്കുന്ന ആ ഒരു വികാരപരമായ ആ ഒരു രംഗത്തിലൂടെയാണ് ഈ ഒരു കഥ, ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്. അല്ലേ, കുറേ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ദേവരാജ് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. അന്ധി മിഷേൽ അപ്നി ശുദ്ധ ബുദ്ധ ഖോക്കർ ഉസ്സെ മിൽനെ ദൗഡ്തി ഹെ തോ അതീ ജീവൻ കി റീൽ ഖുൽ ജാതി ഹെ. അങ്ങനെ അന്ധയായ മിഷേലെ ദേവരാജിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോഴാണ് അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് കഥ മുന്നോട്ട് പോകുന്നത്. മിഷേൽ അന്ധി ബഹ്രി ഗൂംഗി ലടുക്കി ധി. മിഷേൽ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? അന്ധയും ബധിരയും, അല്ലെ, മൂകയുമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. अपनी अपंगता से पीड़ित मिशेल जिद्दी और आक्रामक है. अपंगത, അല്ലേ, തൻ്റെ അപംഗത, അംഗവൈകല്യം, അല്ലേ, അംഗവൈകല്യത്താൽ ദുഃഖിതയായ മിഷേലെ എന്തായിത്തീർന്നു? ജിദ്ദി ഔർ ആക്രാമക് ഹേ. ജിദ്ദി എന്ന് പറയുന്നതാണ് വാശി പിടിക്കുന്ന, അല്ലെ, പിടിവാശിയുള്ള കുട്ടിയായിരുന്നു. അതേപോലെ ആക്രാമക്, അല്ലെ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു പ്രവണത അവളിൽ ഉണ്ടായിരുന്നു. उदास माँ बाप उसे सिखाने और सुधारने के लिए बहरों एवं अंधों के विद्यालय के देवराज सहायक को नियुक्त किया. അങ്ങനെ ഈ മിഷേൽ മാക്നേലിയെ സുധാർനെ കേലിയെ, അവളെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിസ്സഹായരായ അച്ഛനും അമ്മയും, അന്ധരെയും ബഹിരരെയും പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ ഒരു അധ്യാപകനായ ദേവരാജ് സഹായിനെ നിയോഗിക്കുന്നു. देवराज सहाय सन की था और पियकट भी. यानी देवराज सहाय സൻ കി ഥ. സൻ കി എന്താണ്? അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ദേവരാജ് സഹായ്. അതേപോലെ തന്നെ പിയക്കട്ട് ഭി, പിയക്കട്ട് മദ്യപാനിയുമായിരുന്നു. മിഷേൽ സെ ദേവരാജ് കാ വ്യവഹാർ പഹലെ കഠോർ ഥ. ആദ്യം ദേവരാജിനെ മിഷേലിനോടുള്ള പെരുമാറ്റം വളരെ കഠിനമായിരുന്നു. पर धीरे धीरे मिशेल को घर की दीवारों से बाहर निकालकर देवराज प्रकृति के अणु अणु से उसका परिचय कराता है. എന്നാൽ മെല്ലെ മെല്ലെ ദേവരാജിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരികയാണ്. അങ്ങനെ അവളെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വിശാലമായ ഒരു ലോകത്തെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രകൃതിയുടെ അണുവിലെ ഓരോ സൂക്ഷ്മ വസ്തുവിനെയും അവൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. മിഷേൽ സുധാർനെ ലഗി. ധീരെ ധീരെ, മെല്ലെ മെല്ലെ അവളുടെ അവസ്ഥ എന്താവാൻ തുടങ്ങി? മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി. बोलने सुनने में एक हद तक दक्षता प्राप्त करने वाले मिशेल को देवराज ने स्कूल में भर्ती कराई. അങ്ങനെ ബോൽനെ സുന്നെ മേ, കേൾക്കാനും കാണാനും പറയാനും ഒക്കെ, അല്ലേ, സംസാരിക്കാനും അതേപോലെ തന്നെ സുന്നേമേ, കേൾക്കാനും ഏക്ക് ഹദ് തക്ക് ദക്ഷത പ്രാപ്ത കർണേ വാലി, ഒരു പരിധി വരെ, അല്ല, കഴിവ് നേടിയ മിഷേൽ മാക്നേലിയെ ദേവരാജ് എന്ത് ചെയ്തു? ഒരു സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചു. ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തവൾക്ക്.
മിഷേൽ को സ്നാതക് बनाना उसका सपना था. അല്ലെ, മിഷേലിനെ സ്നാതക് ഗ്രാജുവേറ്റ് അല്ലെ ഡിഗ്രി ഹോൾഡർ ആക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. परंतु देवराज जब समझता है कि मिशेल का लगाव नया मोड़ लेता है तब वह कहीं खो जाता है. अब 12 वर्षों के बाद विस्मृति रोग से पीड़ित देवराज उसे पहचानने में असफल रहा. शिक्षा की वर्तमान अवस्था से मिशेल टूट गई, लेकिन पुरानी यादें दिलाकर देवराज की खोई स्मृतियों को जगाने में एक बार मिशेल सफल हो जाती है. इस आस्था के बल पर वो देवराज का हाथ थामकर आगे निकलती है. परंतु देवराज जब समझता है कि मिशेल का लगाव नया मोड़ लेता है. അപ്പോൾ ദേവരാജ് അവളെ ഒരു സ്കൂളിൽ പ്രവേശിപ്പിച്ചു അല്ലേ, ഡിഗ്രി ഹോൾഡർ ആക്കുക, ഗ്രാജുവേറ്റ് ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ദേവരാജിന് മനസ്സിലായി മിഷേലിൻ്റെ പെരുമാറ്റത്തിലെ ലഗാവ് എന്താണ്, താല്പര്യം. एक नया मोड लेता है, ഒരു പുതിയൊരു വഴിയിലേക്ക് തിരിയുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തബ് വഹ് കഹിം ഖോ ജാതാ ഹേ. അതായത് മിഷേൽ മാക്നിക്ക് മെല്ലെ മെല്ലെ ദേവരാജിനോട് വളരെ സ്നേഹഭാവം അല്ലെ ഒരു പ്രണയഭാവം തുടങ്ങുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ദേവരാജ് അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. अब 12 वर्षों के बाद विस्मृति रोग से पीड़ित देवराज उसे पहचानने में असफल रहा. അങ്ങനെയാണ് മിഷേൽ മാക്നെലി 12 വർഷങ്ങൾക്ക് ശേഷം ദേവരാജിനെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. അപ്പോഴേക്കും ദേവരാജ് വിസ്മൃതി രോഗത്തിന് അല്ലെ മറവി രോഗത്തിന് അടിമയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം അവളെ മനസ്സിലാക്കാൻ കഴിയാതെ വരികയാണ് അദ്ദേഹത്തിന്. ശിക്ഷയ്ക്ക് വർത്തമാൻ അവസ്ഥാസെ മിഷേൽ ടൂട്ട് ഗയി. അല്ല, തൻ്റെ അധ്യാപകൻ്റെ ആ ഒരു സ്ഥിതി കണ്ടിട്ട് മിഷേൽ ആകെ തകർന്നു പോയി. लेकिन पुरानी यादें दिलाकर देवराज की खोई स्मृतियों को जगाने में एक बार मिशेल सफल हो जाती है. എന്നാലേ പഴയ ഓർമ്മകളെ ജഗാക്കർ ഉണർത്തിയിട്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ ഖോയി സ്മൃതിയോ കോ ജഗാനെമേ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട സ്മൃതിയെ ഉണർത്തിയെടുക്കാൻ एक बार मिशेल सफल हो जाती है. ഒരിക്കലും മിഷേൽ അതിൽ വിജയം നേടി. इस आस्था के बल पर वो देवराज का हाथ थामकर आगे निकलती है. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവളെ ദേവരാജിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഫിലിമിലെ കഥ. അപ്പോൾ ബ്ലാക്ക് की पटकथा मानवीय अनुभूतियों के ताने बाने में बुनी है. अपंग जीवन की त्रासदी की मर्म व्यथा दर्शकों के दिल को कचोटती है. भवानी अय्यर, प्रकाश कपाडिया और संजय लीला भंसाली की पटकथा गतिशील एवं मार्मिक है. फिल्म के संवाद, पात्र, भाव एवं परिवेश के अनुकूल है. रवि के चंद्रन ने शिमला के सुंदर शीतल वातावरण में इस फिल्म का छायांकन किया है. फिल्म का हर एक शॉट आकर्षक है. ध्वन्यांकन रसूल पोकुटे का है जो स्तरीय है. बेला सहगल ने अत्यंत सतर्कता से फिल्म का संपादन कार्य किया है. एकमात्र गीत ने प्रसंगोचित ताल लय प्रदान किया है. पार्श्व संगीत बेहतरीन है. ഈ ഒരു ഫിലിമിൻ്റെ സമീക്ഷയാണ്, നിരൂപണമാണ് ഇനി പറയാൻ പോകുന്നത്. അല്ല, ബ്ലാക്ക് की पटकथा മാനവീയ അനുഭൂതിയോ കെ താനെ ബാനെ മേ ബുനി ഹെ. അല്ല, ബ്ലാക്ക് എന്ന ഈ ഒരു സിനിമയുടെ പട്കഥ, തിരക്കഥ അല്ലെ മാനവീയ സംവേദന അല്ലെ മനുഷ്യൻ്റെ വികാരങ്ങളുടെ താനേ ബാനെ മേ ബുനി ഹെ. താനേ ബാനെ എന്താണ്? ഊടും പാവും അല്ലെ, ഊടും പാവും കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്, നെയ്തെടുത്തതാണ് ഇതിൻ്റെ പട്കഥ. അല്ലെ മനുഷ്യൻ്റെ വികാരപരമായ ധാരാളം സിറ്റുവേഷൻ അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പങ്ക് ജീവൻ की त्रासदी की मर्म व्यथा दर्शकों के दिल को कचोटती है. അപ്പങ്ക് ജീവൻ അല്ലെ അംഗവൈകല്യം ഉള്ള ആളുകളുടെ ജീവിതത്തിലെ ആ ഒരു ട്രാജഡി, ആ ഒരു ദുരന്തം അത് വളരെ മർമ്മസ്പർശിയായിട്ട് കാണികളുടെ മനസ്സിനെ എന്താണ് ആകർഷിച്ചിട്ടുണ്ട്. കച്ചോടത്തി ഹെ, കുത്തിമുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഭവാനി അയ്യർ, പ്രകാശ് കപ്പാട്ടിയ और संजय लीला भंसाली की पटकथा गतिशील एवं मार्मिक है. ഇതിൻ്റെ തിരക്കഥ
ആരൊക്കെയാണ്? ഭവാനി അയ്യർ, പ്രകാശ് കപ്പാടിയ അവർ സഞ്ജയ് ലീല ഭൻസാലി. അവർ വളരെ മർമ്മസ്പർശിയായിട്ട് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഫിल्म के संवाद പാത്ര ഭാവ് ഏവം പരിവേശ് കെ അനുകൂൽ ഹേ. ഈ ഫിലിമിലെ സംവാദം എന്ന് പറയുന്നത് അതിൻ്റെ സംഭാഷണമാണ്. ഇതിലെ സംഭാഷണങ്ങളെ കഥാപാത്രങ്ങൾക്കും അല്ലെ അവരുടെ ഭാവത്തിനും ആ ഒരു സിറ്റുവേഷനും ഒക്കെ യോജിച്ചതാണ്. രവി കെ ചന്ദ്രൻ ने शिमला के सुंदर शीतल वातावरण में इस फिल्म का छायांकन किया है. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവി കെ ചന്ദ്രനാണ്. അല്ലെ സിംലയുടെ ആ ഒരു ശീതളമായ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാലാവസ്ഥയിലാണ് ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഫിल्म का हर एक ഷോട്ട് ആകർഷക है. അല്ല ഫിലിമിലെ ഓരോ ഷോട്ടും വളരെ ആകർഷകമാണ്. ധ്വന്യാങ്കൻ റസൂൽ പൂക്കുട്ടി കാ ഹേ. ഇതിൻ്റെ ശബ്ദലേഖനം ശബ്ദ സംയോജനം നിർവഹിച്ചിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. ജൂസ് തരി ഹേ. അത് വളരെ ശ്രേഷ്ഠമാണ്. ബെല സഹഗലിനെ അത്യന്ത സതർക്കത സെ ഫിल्म का संपादन कार्य किया है. ബെല സഹഗലാണ് അല്ലെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സമ്പാദൻ കാര്യം എഡിറ്റിങ് നിർവഹിച്ചിരിക്കുന്നത്. ഏകമാത്ര ഗീതിനെ പ്രസംഗോജിത താൾ ലൈ പ്രദാൻ കിയാ ഹേ. അപ്പോൾ ഈ ഒരു ഫിലിമിലെ ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. അതെന്താണ്? ആ ഒരു സിറ്റുവേഷന് അനുയോജ്യമായ രീതിയിൽ താളലയത്തോടുകൂടി വളരെ ഗംഭീരമായൊരു ഗീതമാണ്. പാർശ്വ സംഗീത് ബെഹത്തരീൻ ഹേ. അതിൻ്റെ പിന്നണി സംഗീതം എന്ന് പറയുന്നത് വളരെ ബെസ്റ്റാണ്. फिल्म में अमिताभ बच्चन, रानी मुखर्जी और आयशा कपूर की महत्वपूर्ण भूमिका है. देवराज की कठोरता, स्निग्धता, आस्था और दिशाहीनता को बच्चन ने अनन्य बना दिया. मिशेल की भूमिका निभाने वाली रानी मुखर्जी ने अपंग जीवन की मर्म व्यथा को स्मरणीय बना दिया. अपंग जीवन की दुविधा को रानी मुखर्जी ने नई भावभूमि प्रदान की. छोटी मिशेल की भूमिका में आयशा कपूर ने जादू का काम किया. एक अपंग बालिका की विडंबना का सही प्रस्तुतिकरण. एक फिल्म की स्तरीयता का प्रथम अधिकार निर्देशक का है. फिल्म के संपादन, छायांकन आदि हर एक क्षेत्र में निर्देशक का संस्पर्श है. फिल्म की चरम सीमा सकरुण लेकिन सारपूर्ण है. अपनी संपूर्ण दक्षता समेटते हुए निर्देशक संजय लीला भंसाली ने दर्शकों के दिल पर ब्लैक की प्रतिष्ठा की है. मनोरंजन प्रधान हिंदी फिल्म के इतिहास में मनोविकारों की यह आर्द्र अभिव्यक्ति बिल्कुल एक मील पत्थर है. फिल्म में अमिताभ बच्चन, रानी मुखर्जी और आयशा कपूर की महत्वपूर्ण भूमिका है. അപ്പോൾ ഈ ഫിലിമിലെ ഏറ്റവും വലിയ സ്ഥാനം അല്ലേ, ഏറ്റവും വലിയ അഭിനയ രംഗങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? അമിതാഭ് ബച്ചൻ, റാണി മുഖർജി, ഐഷ കപൂർ തുടങ്ങിയവരാണ്. देवराज की कठोरता, स्निग्धता, आस्था और दिशाहीनता को बच्चन ने अनन्य बना दिया. അപ്പോൾ ദേവരാജ് എന്ന ആ ഒരു ശിക്ഷക് അല്ലെ അധ്യാപകൻ്റെ കഠോരതയെയും സ്നിഗ്ധതയെയും അല്ലെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെയും ദിശാഹീനതയെയും ഒക്കെ വളരെ അനന്യമാക്കിയിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ. मिशेल की भूमिका निभाने वाली रानी मुखर्जी ने अपंग जीवन की मर्म व्यथा को स्मरणीय बना दिया. മിഷേൽ की भूमिका किसने निभाई है? ആരാണ് മിഷേൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്? റാണി മുഖർജിയാണ് അല്ലേ. അപ്പോൾ അപ്പങ്ക് ജീവൻ കി മർമ്മ വ്യഥാക്കോ സ്മരണീയ ബനാദിയ അല്ലേ. അവരെന്താണ്? അംഗവൈകല്യമുള്ള ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗത്തെ ഓരോ രംഗത്തെയും വളരെ സ്മരണീയമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പങ്ക് ജീവൻ കി ദുവിധാക്കോ റാണി മുഖർജിനെ നയി ഭാവഭൂമി പ്രദാൻ കി ഹെ. അവരെ അപ്പങ്ക് ജീവിതത്തിൻ്റെ ആ ഒരു ദുവിധ, ആ ഒരു കൺഫ്യൂഷൻ അതിനെ റാണി മുഖർജി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. छोटी मिशेल की भूमिका में आयशा कपूर ने जादू का काम किया. ഐഷ കപൂറാണ് ഈ മിഷേലിൻ്റെ ആ ഒരു കുട്ടിക്കാലം അവതരിപ്പിച്ചിരിക്കുന്നത്. അതെന്താണ്? एक अपंग बालिका की विडंबना का सही प्रस्तुतीकरण है. ഒരു അംഗവൈകല്യമുള്ള ഒരു ബാലികയുടെ ശരിയായ ഒരു പ്രകടീകരണമായിരുന്നു അതെന്ന് പറയാം.
एक फिल्म की स्तरीयता का प्रथम अधिकार निर्देशक का है. ഒരു ഫിലിമിൻ്റെ ഡിഗ്നിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? നിർദ്ദേശകാണ് തീർച്ചയായും. फिल्म के संपादन छायांकन आदि हर एक क्षेत्र में निर्देशक का संस्पर्श है. ഫിലിമിൻ്റെ സമ്പാദൻ, എഡിറ്റിംഗ്, ഛായാങ്കൻ, ഛായാഗ്രഹണം മുതലായ എല്ലാ മേഖലയിലും നമ്മുടെ സംവിധായകൻ്റെ സ്പർശം ഉണ്ടാവും. അല്ലെ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ഭൂമിക അതിൽ നിർവഹിക്കാനുണ്ട്. ഫിल्म की चरम सीमा सकरुणे लेकिन सारपूर्ण है. ഫിലിമിൻ്റെ ചരം സീമ, ക്ലൈമാക്സ് സക്കരുണ് വളരെ ദയനീയമാണ്, അതേപോലെ എന്താണ് അർത്ഥവത്തായതാണ്. अपनी संपूर्ण दक्षता समेटते हुए निर्देशक संजय लीला भंसाली ने दर्शकों के दिल पर ब्लैक की प्रतिष्ठा की है. അല്ലേ, തൻ്റെ പൂർണ്ണമായ കഴിവിനെ സമ്മേളിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നിർദ്ദേശകരായിരിക്കുന്ന അല്ലെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സഞ്ജയ് ലീല ഭൻസാലി അദ്ദേഹത്തിൻ്റെ ദർശകോ കെ ദിൽ പർ ബ്ലാക്ക് കി പ്രതിഷ്ഠ കി ഹെ, കാണികളുടെ മനസ്സിൽ ബ്ലാക്ക് എന്ന സിനിമയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. मनोरंजन प्रदान हिंदी फिल्म के इतिहास में मनोविकारों की यह आर्द्र अभिव्यक्ति बिल्कुल एक मील पत्थर है. ആധുനിക ഹിന്ദി സിനിമയിലെ അല്ലെ മനോരഞ്ജൻ പ്രധാൻ അല്ലെ മനസ്സിനെ ആസ്വദിപ്പിക്കുന്നില്ല, മനസ്സിന് സന്തോഷം പകരുന്ന ധാരാളം ഫിലിമുകളിലെ മനുഷ്യൻ്റെ വികാരങ്ങളുടെ ആർദ്രമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു ഫിലിം അല്ലെ ഇന്ത്യൻ സിനിമാ ലോകത്തിലെ ഒരു മൈൽ പത്തർ, ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇതിനെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിൽമി സമീക്ഷ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.